ശ്രീ പത്തനംതിട്ട ജില്ലയിലെ റാന്നി അടിച്ചുപുഴ ഉന്നതിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പെന്തക്കോസ് വിഭാഗം അവിടെ വനവാസി വിഭാഗക്കാരെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. നേരത്തെ തന്നെ അവിടെ നടക്കുന്ന ഈ പെന്തക്കോസ് അധിനിവേശത്തിനെതിരെ അല്ലെങ്കിൽ അതിക്രമത്തിനെതിരെ ഒരു പ്രതിഷേധം ഈ മലവേടൻ മഹാസഭയുടെയൊക്കെ നേതൃത്വത്തിൽ ആ സ്ഥലത്ത് നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ അക്രമം കൂടി ഉണ്ടായിരിക്കുന്നത്. ടീച്ചർ, അടിച്ചിപ്പുഴ വിഷയം നമ്മളിതിനു മുൻപ് എല്ലാവരും മനസ്സിലാക്കിയതാണ്. അവിടെ ഈ പറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത്. കാരണം അവിടുത്തെ ആ മലവേട സമൂഹം തന്നെ അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവര് ട്രൈബ് എന്നുള്ളത് നമ്മൾ ഭരണഘടന തിരിച്ചിരിക്കുന്നത് തന്നെ അവരുടെ തനതായ സംസ്കാരം സവിശേഷത അതാത് ഭൂമിശാസ്ത്ര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് അതേപോലെ നിലനിൽക്കണം എന്നുള്ളതാണ്. അതിലേക്ക് കടന്നു കയറുന്ന ഇത്തരം ശക്തികൾ അത് തീർച്ചയായും ഭരണഘടനാപരമായി തന്നെ തടയപ്പെടേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലൊരു സാഹചര്യം വെച്ചുകൊണ്ട് ഇത്തരം വനവാസി ഊരുകളിലൊക്കെ തന്നെ കയറി ചെന്ന് ഈ ആളെക്കൂട്ട തന്ത്രവുമായി ചെന്ന് ഇത്തരം എന്തെങ്കിലും കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പീഡിപ്പിച്ചോ ഇനി അതിലൊന്നും വീണില്ലെങ്കിലാണ് ഈ പീഡനത്തിലേക്ക് കിടക്കുന്നത്. ആദ്യം അവർ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പീഡിപ്പിക്കാൻ നോക്കുകയാണ്. അത് കഴിഞ്ഞാൽ പീഡനം. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവര് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആ പാവങ്ങൾക്ക് അവരുടെ സംസ്കാരം സംരക്ഷിക്കാൻ അവർക്കൊരു പക്ഷേ രാഷ്ട്രീയ പിൻബലമൊന്നും കിട്ടിയില്ല എന്ന് വരും. എന്നിരുന്നാലും ആ തനതായ സംസ്കൃതിയോടുള്ള മമത കൊണ്ടാണ് അവർ പിടിച്ചു നിന്നത്. അത് വളരെ പ്രശംസാർഹമാണ്. അവർ ആ സമൂഹം പിടിച്ചു നിന്നതും അതിനെതിരെ പ്രതികരിച്ചതും ഒക്കെ. അവർക്ക് നീതി കിട്ടിയേ പറ്റൂ. കയ്യിൽ കാശുണ്ടോന്നോ വിദേശ പണം വരുന്നുണ്ടോന്നോ അത് കണക്കാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കുകയും കൈവശപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള മുമ്പില് അധികാരത്തിന്റെ തണുപ്പുണ്ട് എന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തില് ഒക്കെ ഇതുപോലെ വനവാസി ഊരുകളിലേക്കോ അതും അല്ലെങ്കിൽ പട്ടികജാതി കോളനി മറ്റേ ഉന്നതികളിലേക്കോ ഒക്കെ കയറി ചെല്ലുന്ന ഒരു അവസ്ഥ അത് അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ. ഇത് ഇപ്പോ ഒരുപക്ഷെ ആഫ്രിക്കയിലോ അമേരിക്കയിലോ ഒക്കെ കടന്നു എന്ന് അന്നത്തെ യൂറോപ്യൻ അധിനിവേശത്തിന്റെ ആ അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം. അത് അവർക്ക് മതം മാറ്റാൻ പറ്റാത്തവരെ ഒന്നുകിൽ കൊന്നൊടുക്കുക അല്ലെങ്കിൽ പട്ടിണിക്കിട്ട് കൊല്ലുക, ഇങ്ങനെയൊക്കെയാണ് ആ സംസ്കൃതികളൊക്കെ ഇല്ലാതാക്കിയത്. അതേ ഒരു അവസ്ഥയിലേക്ക് ഇവിടെയും പട്ടികവർഗ ഊരുകളിൽ അല്ലെങ്കിൽ ഊരുകളിലും ഉന്നതികളിലും ഒക്കെ കയറി നിരക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഭരണകൂടം അതിന് നീതി അവർക്ക് കൊടുത്തേ പറ്റൂ. അതല്ല എങ്കിൽ നീതി പിടിച്ചെടുക്കാൻ അവർ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയുണ്ടായിരിക്കും.